ഒരിക്കലൊരു കാട്ടിൽ 3 തവളകൾ ഒരു മല കയറാൻ തീരുമാനിച്ചു. മല കയറാനായി ഈ 3 തവളകൾ മലയ്ക്ക് താഴെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കൂടെ ജീവിച്ചിരുന്ന, മലയ്ക്ക് താഴെ ജീവിച്ചിരുന്ന മറ്റു തവളകൾ പറഞ്ഞു, നോക്കൂ, നിങ്ങളെക്കൊണ്ടിതൊന്നും സാധിക്കില്ല. ഒരുപാട് പാറകളുള്ള മലയാണിത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. ഒരുപാട് പേർ കാൽ വഴുതി വീണിട്ടുണ്ട്. വീണവരുടെ പൊടി പോലും കിട്ടിയിട്ടില്ല. വലിയ കഴിവുള്ള ആൾക്കാർ വിചാരിച്ചിട്ട് പോലും ഇതുവരെ ഈ മലയുടെ മുകൾ ഭാഗം കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എവിടുന്ന് കഴിവ്? നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്. പാമ്പിൻ്റെ മുന്നിൽ ചെന്നപ്പെട്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു വരാൻ സാധിക്കില്ല. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകരുത്. ചുമ്മാ ഇവിടെ അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ഇവർ നെഗറ്റീവ് കമ്പനികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ 3 തവളകൾ മുകളിലേക്ക് പോയി. അവർ ചാടി കുറച്ച് ദൂരം സഞ്ചരിച്ചു. താഴെ നിൽക്കുന്നവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ ഓരോരോ നെഗറ്റീവ് കമൻറ്റുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു തവള താഴെ വീണു. ബാക്കി 2 തവളകൾ അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവർ മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. താഴെ നിൽക്കുന്നവരുടെ സംസാരമൊക്കെ കേട്ടിട്ടായിരിക്കും അടുത്തൊരു തവളയുടെ കാല് വഴുതിപ്പോയി. അവനും താഴെ വീണു. ഒരു തവള മാത്രം മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. അവൻ പൊയ്ക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അവൻ മലയുടെ മുകളിലെത്തി. എല്ലാവരും ഞെട്ടിപ്പോയി. താഴെ നിന്ന് അത്രയും ആൾക്കാരും അതിശയിച്ചു പോയി. ഇതെങ്ങനെ സാധിച്ചു? ഇവൻ ഈ പറയുന്നതൊന്നും കേട്ടില്ലേ? അപ്പോഴാണ് ആ തവളകളുടെ കൂട്ടത്തിൽ ഒരു തവള സംസാരിച്ചത്. അവൻ മുകളിലെത്തിയ തവളയുടെ കൂട്ടുകാരനാണ്. അവൻ പറഞ്ഞു, അവന് കാത് കേൾക്കില്ല, ചെവി കേൾക്കാത്ത തവളയാണ് അവൻ. വളരെ പ്രശസ്തമായൊരു കഥയാണത്. ഒരിക്കൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇതേ കഥ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രജനീകാന്തും ചെവി കേൾക്കാത്തൊരു തവളയാണെന്ന്. നോക്കൂ, ഒരാൾ സ്വപ്നത്തിന് പുറകെ പോകുമ്പോൾ, ഒരാൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് പോകുമ്പോൾ അയാളെ തേടി പലതരം കമൻറ്റുകൾ വരുന്നു. നിർഭാഗ്യവശാൽ മിക്കപ്പോഴും പോസിറ്റീവിനേക്കാൾ കൂടുതലും നെഗറ്റീവ് കമൻറ്റുകളാണ് വരിക. നിനക്കിതിനുള്ള കഴിവില്ല, ഇതിനു മുമ്പ് ഒരുപാട് പേർ ഇതേ കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊന്നും പറ്റിയിട്ടില്ല, നിനക്കെങ്ങനെ പറ്റാനാണ്? അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ ഒരു നന്മയുണ്ടാവില്ല. ഇത് നമ്മളെ വളർത്താൻ വേണ്ടിയുള്ള കമൻറ്റുകളായിരിക്കില്ല. നമ്മൾ തളരുന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ജീവിതത്തിൽ വിജയിക്കാനുള്ള രഹസ്യ മന്ത്രങ്ങളിൽ ഒന്നിതാണ്. ഒരാൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ, ഒരാൾ നിങ്ങളെ നെഗറ്റീവായ കമൻറ്റുകൾ കൊണ്ട് ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അയാളുടെ മുന്നിൽ ചെവി കേൾക്കാത്തൊരു തവളയായിരിക്കുക. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള മിക്ക ആൾക്കാരുടെ കഥ ഇങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള മിക്ക ആൾക്കാരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവരിപ്പോഴും അതിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമ്മുടെ വിചാരം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താലും ആൾക്കാർ കൈയടിക്കുമെന്നാണ്. അങ്ങനെയൊന്നുമല്ല. അവരും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവരെയും ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ അവരുടെ മുന്നിൽ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുന്നിൽ അവർ ചെവി കേൾക്കാത്ത തവളയെ പോലെ ഇരിക്കുകയാണ്. അത്രയേ ഉള്ളൂ അവരുടെ സക്സസിൻ്റെ സീക്രട്ട്. നമ്മളാവട്ടെ ഇത്തരം കമൻറ്റ് വരുമ്പോൾ അതിൽ മുങ്ങിപ്പോകുന്നു. അത് നമ്മളെ ബാധിക്കുന്നു. നമ്മൾ കാല് വഴുതി താഴെ വീഴുന്നു. ഇതിനനുവദിച്ചുകൂടാ. ഒരു കമൻറ്റിനെയും അത് നമ്മളെ തളർത്താനാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കരുത്. സ്വാമി വിവേകാനന്ദൻ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വചനം പറയാം. സ്വാമിജി പറയുന്നു, എനിത്തിങ് ദാറ്റ് മേക്സ് യു വീക്ക് ഫിസിക്കലി, ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി, റിജക്റ്റ് ഇറ്റ് ആസ് പോയ്സൺ. അദ്ദേഹം പറയുന്നത്, ഏതൊരു കാര്യവും അതെന്തും ആയിക്കോട്ടെ, നിങ്ങളെ അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടോ തളർത്തുന്നുണ്ടെങ്കിൽ ഒരു വിഷത്തെ പോലെ അതിനെ റിജക്റ്റ് ചെയ്യൂ, അതിനെ നിരസിക്കൂ, അതിനെ തള്ളിക്കളയൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ വിഷം കലക്കി തന്നാൽ നിങ്ങൾ കഴിക്കുമോ? നിങ്ങളത് എപ്രകാരം നിരസിക്കുമോ അതുപോലെ നിങ്ങളെ തളർത്തുന്ന കമൻറ്റുകളെ നിങ്ങൾ നിരസിക്കുക. ചെവി കേൾക്കാതെ തവളയായിരിക്കുക. കഷ്ടപ്പെട്ടാലും ഒരുപാട് ബുദ്ധിമുട്ടിയാലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും വിജയിക്കും.